അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അതുപോലെ വീണ്ടും പ്രേക്ഷകരോടൊപ്പം ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ പോൾ റെഡ്ഡി അവറുകളാണ്. പോൾ റെഡ്ഡി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹം മലയാളിയല്ല. കേരളത്തിന് വെളിയിൽ തെലുങ്കാനയിൽ ഹൈദരാബാദിൽ താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു തെലുങ്ക് സഹോദരനാണ്. കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ദൈവം അദ്ദേഹത്തെ വിളിച്ച് വേർതിരിച്ച ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകളുണ്ട്. അത് മലയാളി ശ്രോതാക്കളായ നമ്മോടൊപ്പം മലയാളം ഭാഷയിൽ തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹൈദരാബാദിൽ നിന്നും മലയാളി അല്ലാത്ത ഒരു ദൈവ ഭൃത്യനാണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന ആളാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം മലയാളത്തിൽ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നു. ആ ദൈവഭൃത്യൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ അത് നമുക്കേവർക്കും അനുഗ്രഹമായി തരേണ്ടത്. ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. മാത്രമല്ല, അരോമ ടി വി സംബന്ധിച്ചുള്ളതായ എല്ലാ അന്വേഷണങ്ങൾക്കും പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവയ്ക്കുന്നതിനും സ്ക്രീനിൽ തന്നിരിക്കുന്നതായ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിലൂടെ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ അന്വേഷണങ്ങൾക്ക് മറുപടി തരികയും ചെയ്യുന്നതായിരിക്കും. ഫോൺ കോൾ ഒരു പക്ഷങ്ങൾ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. ആകയാൽ നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ പോൾ റെഡ്ഡി അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ ശ്രോതാക്കളോടും സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചു. ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും, എസ്പെഷ്യലി അരോമ ടി വി പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എൻ്റെ പേര് പൗൾ റെഡ്ഡി. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം തെലങ്കാന സ്റ്റേറ്റിലുള്ള ഹൈദരാബാദ് സിറ്റിയിലാണ്. എൻ്റെ അപ്പൻ്റെ പേര് ജനാർദ്ദൻ റെഡ്ഡി. എൻ്റെ അമ്മയുടെ പേര് ലക്ഷ്മി നരസമ്മ. ഞങ്ങൾ 4 പേരാണ് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചത്. ഇതിനകത്ത് 3 പേര് പെൺമക്കൾ, ഞാൻ മാത്രം ആൺമക്കളാണ്. ഞാൻ ജനിച്ചത് ശേഷം എൻ്റെ അപ്പൻ വേറെ സ്ത്രീയുടെ കല്യാണം കഴിക്കുന്നു. സോ ആ സ്ത്രീയും അവർക്കും ഒരു പെണ്ണ് ജനിച്ചു. ഞങ്ങൾ മുഴുവൻ ഒരു 5 പേരാണ് നമ്മുടെ വീട്ടിലെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് ഹൈദരാബാദ് സിറ്റിയിലെ പുറത്തിലുള്ള ഒരു ഗ്രാമത്തിലാണ്. പെത്താമ്പർപേട്ട എന്ന സ്ഥലത്ത് ഞാനിപ്പോൾ താമസിക്കുന്നുണ്ട്. ഞാൻ ദൈവം എന്നെ ഏൽപ്പിച്ചത് വേല അവിടെയാണ് ഞാൻ ചെയ്യുന്നത്. ലൈഫിലെ ഒത്തിരി കഷ്ടങ്ങളിലൂടെ ഞാൻ കടന്നുപോയ സ്ഥിതികൾ എൻ്റെ ബാല്യദിനത്തിൽ ഞാൻ കടന്നുപോയിട്ടുണ്ട്. സോ ഞാനും എൻ്റെ കൂടെ ഉള്ള ഒത്തിരി ഫ്രണ്ട്സ് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ആ സ്നേഹത്തിനോട് ഞാൻ ഒരു മദ്യപാനിയായി മാറി. ഞാൻ ബാല്യം എൻ്റെ ഒരു 15 വയസ്സിലെ ഞാൻ ഒരു എൻ്റെ അവരോട് ചേർത്ത് ഞാൻ പാൻ മസാലയും ഗുട്ക മദ്യപാനിയായി മാറി. ആ സമയത്ത് ഞാൻ ഒത്തിരി വേദനകൾ എൻ്റെ ഉള്ളിലുള്ളൂ. എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒത്തിരി ഭാരം എൻ്റെ ഉള്ളിലുണ്ട്. അതിനുവേണ്ടി എൻ്റെ ബാല്യം ഒരു വല്ലാത്ത സ്ഥിതിയിൽ ഉണ്ടായിരുന്നു.
സോ ഞാൻ ക്രിസ്തുവിനെ അറിയുന്നത് എങ്ങനെയാണ്, എനിക്ക് ബാല്യം മുതൽ ഒരു എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. എൻ്റെ അപ്പൻ ഒരു ഡ്രൈവർ, ഞാനും അതുപോലെ ഒരു ലാരി ഓടിക്കാൻ വേണ്ടി എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. സോ അതിനു വേണ്ടി ഞാൻ അതേ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ഉള്ളിൽ. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചു. 10ാം ക്ലാസ് പൂർത്തി ചെയ്തിട്ടില്ല. ഞാൻ 10ാം ക്ലാസ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. 10ാം ക്ലാസ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഞാൻ ലാരിലെ ക്ലീനറായിട്ട് പോയിട്ടുണ്ട്. ഞാൻ ഒരു 2 വർഷം ഇടയിൽ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു. അത് പഠിച്ച ശേഷം ഞാൻ ഒരു മാർവാടി കുടുംബത്തിലെ അവരുടെ കാർ ഓടിക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. അവിടെ പോയപ്പോഴേ ഞാൻ എൻ്റെ യജമാനായ മാർവാടി കുടുംബത്തിലുള്ള എൻ്റെ യജമാനൻ വേണ്ടി ഞാൻ ഡ്രൈവിംഗ് മാത്രമല്ല, എല്ലാ കാര്യങ്ങൾ അവർക്ക് ഏത് ഇഷ്ടമാണോ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ സമയം മുഴുവൻ അവിടെ വെച്ചിട്ട് ഞാൻ എല്ലാ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ഞാൻ അവരോട് ഒത്തിരി സ്നേഹം കാണിച്ചു. പിന്നെ അവർ ഞാൻ 24 hours അവിടെയാണ് ഉള്ളത്. അവർ എന്നോട് കാണിച്ചത്, ഞാൻ അവരോട് ഏത് ആവശ്യമാണെങ്കിൽ ആ തലത്തിൽ അവരുടെ കിച്ചണിലെ ജോലിയും അവിടെ ഏത് അവരുടെ ആവശ്യമാണെങ്കിൽ ആ ആവശ്യത്തിൽ ഞാൻ അവരെ സഹായിക്കുന്നുണ്ട്. ആ സമയത്ത് അവർ എനിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു വിലയില്ലാത്തത് എന്നെ അവർ ഒത്തിരി റെസ്പെക്ട് എനിക്ക് കൊടുത്തില്ല. അവർ എന്നെ ഒരു സ്ഥലത്തെ താഴോട്ട് എന്നെ അവിടെ ആക്കി അവിടെ എനിക്ക് ഭക്ഷണം കൊടുത്തു. അത് കണ്ടിട്ട് എനിക്ക് ഒത്തിരി വേദനായി എൻ്റെ ഹൃദയത്തിലെ. ഞാൻ അങ്ങനെ ഒരു 3 വർഷം അവിടെ ജോലി ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു റെഡ്ഡി ഫാമിലിയിലെ പിന്നെ ഞാൻ ഒരു ഈ ഡ്രൈവിംഗ് ബന്ധത്തിൽ ഞാൻ അവരുടെ ജോലിക്ക് വേണ്ടി അവിടെ പോയിട്ടുണ്ട്. അവിടെ പോയപ്പോഴേ ജോലി എൻ്റെ യജമാനായ ആ വ്യക്തി, ഞാൻ ആദ്യം ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഡേ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് അവൻ്റെ കൂടെ അവൻ്റെ ഡൈനിങ് ടേബിളിൽ എനിക്ക് ഭക്ഷണം കൊടുത്തു. അതെല്ലാം കണ്ടിട്ട് ഞാൻ എൻ്റെ ഹൃദയത്തെ ഒത്തിരി അവരിനോട് ഒത്തിരി സ്നേഹം ഒത്തിരി എൻ്റെ ഹൃദയത്തെ ഞാൻ അങ്ങനെ എനിക്ക് ഒത്തിരി സ്നേഹിക്കാൻ തോന്നി. ഞാൻ അവരിനോട് അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങൾ എൻ്റെ ഹൃദയ താളത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ അങ്ങനെ എൻ്റെ ലൈഫ് നടക്കുന്ന സമയത്തെ എൻ്റെ വീട്ടിലെ എൻ്റെ എൻ്റെ അപ്പൻ്റെ രണ്ടാമത്തെ ഭാര്യ, അവർ 2 പേര് വളരെ സ്നേഹത്തോടെ പോകുന്ന സമയത്ത് ഞങ്ങൾക്കും എൻ്റെ ചേച്ചിമാർക്കും അവർ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചില്ല, ഞങ്ങളോട് സ്നേഹം കാണിച്ചില്ല. ആ വിധത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി വേദനയുണ്ട്. എൻ്റെ അപ്പൻ എന്നോട് സ്നേഹിക്കുന്നില്ല. സോ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ അവർ കാണിച്ച സ്നേഹം ഞാൻ കണ്ടപ്പോൾ എനിക്ക് അവരിനോട് ഒത്തിരി എൻ്റെ ഹൃദയത്തെ ഒത്തിരി അവരെ സ്നേഹിക്കാൻ വേണ്ടി എനിക്ക് ആഗ്രഹം കൂടി. സോ അതിനു വേണ്ടി ഞാൻ ഒത്തിരി സമയം അവരിനോട് ചേർത്ത് അവിടെയാണ് ഞാൻ അവരിനോട് ആ സമയം ഞാൻ അവരിനോട് ചേർത്ത് ഞാൻ നടക്കുന്നുണ്ട്. സോ ആ സമയത്തെ എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മ, എൻ്റെ ചേച്ചിമാരുടെ കല്യാണം കഴിഞ്ഞു. ആ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചു. ആ സമയത്തെ എൻ്റെ അപ്പൻ അവരുടെ കാര്യം നോക്കാൻ വേണ്ടി സമ്മതിച്ചില്ല. പിന്നെ എൻ്റെ അമ്മ
അവർക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ വേണ്ടി അവർക്ക് ഹോസ്പിറ്റലായിട്ട് പിന്നെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ വേണ്ടി എൻ്റെ അമ്മ ഒത്തിരി കടം വാങ്ങിച്ചു. സോ എനിക്ക് അറിയത്തില്ല, എൻ്റെ അപ്പനെ അറിയത്തില്ല അമ്മ ഇതുപോലെ ചെയ്തു. പിന്നെ ഞാൻ ഇവിടെ ഒരു ജോലിയിൽ ഉള്ള സമയത്തെ അവർ കാണിച്ച സ്നേഹം എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ ഈ വിധത്തിൽ എൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്ന സമയത്തെ പെട്ടെന്ന് ഞാൻ ജോലി ചെയ്യുന്ന ആ കുടുംബത്തിലെ ആ ബിസിനസ്, അവരുടെ ബിസിനസ് മുഴുവൻ ഡൗൺ ആയിപ്പോയി. ഡൗൺ ആയിട്ട് അവർക്കുള്ള ഒരു വീട് അവർ വീട് അവർ സെയിൽ ചെയ്തു. സെയിൽ ചെയ്തിട്ട് പിന്നെ അവർ ഈ എല്ലാ മാസം 7-ാം തീയതി അവർ നമുക്ക് എല്ലാവർക്കും ശമ്പളം കൊടുക്കും. ഈ ഈ ബിസിനസ് മുഴുവൻ ഇന്ന് ഡൗൺ ആയിപ്പോയി. ആ ഡൗൺ ആയിപ്പോയപ്പോഴേ അവർ ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ ഇത്തിരി ലേറ്റായി പോയിട്ടുണ്ട്. ഒരു സമയത്തെ ഈ കഴിഞ്ഞ മാസത്തിലെ സാലറി നെക്സ്റ്റ് മാസം അങ്ങനെ അവർ ശമ്പളം കൊടുക്കാൻ അവർക്ക് ഒത്തിരി പ്രോബ്ലം ആയിട്ടുണ്ട്. ആ പ്രോബ്ലമിനിടയിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോഴേ എൻ്റെ അമ്മ എന്നെ ചോദിക്കുന്നുണ്ട്, മോനെ ശമ്പളം എവിടെ, എനിക്ക് ഒത്തിരി പുറത്ത് വേറെ ആൾക്ക് കൊടുക്കാനുണ്ട് പൈസ, എനിക്ക് നിങ്ങളുടെ ശമ്പളം വേണം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ യജമാനനെ ചോദിച്ചു, യജമാനനെ എനിക്ക് ശമ്പളം വേണം. അവർ എന്നോട് പറഞ്ഞു, ഇപ്പോൾ കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല മോനെ, കുറച്ച് സമയമെടുക്കും ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണിലെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അവരിന്. ഞാൻ ആറിനോട് പറയാൻ എനിക്ക് തോന്നിയില്ല. എൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞാൻ നേരത്തെ ജോലി ചെയ്യുന്ന ആൾക്കാർ അവർ എന്നോട് കാണിച്ച ദ്വേഷം എനിക്കറിയാം. ഇവർ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്നെ. ഈ കുടുംബത്തിൽ ഞാൻ ഒത്തിരി സമയം ഇവിടെ ജോലി ചെയ്യാൻ എനിക്ക് ആഗ്രഹം. പിന്നെ ഇവിടുത്തെ സ്ഥിതി ഇങ്ങനെ മാറി, പിന്നെ ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകണം? എൻ്റെ വീട്ടിലെ അമ്മ അവർക്കുള്ള ഈ കടഭാരത്തിന് വേണ്ടി ഒരു പ്രാവശ്യം എനിക്ക് ഭക്ഷണം കൊടുത്ത സമയത്തെ ഭക്ഷണത്തിന് കൊടുക്കുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഇത് വെറുതെ വരത്തില്ല, ഇത് നിങ്ങൾ മുമ്പിൽ വരാൻ വേണ്ടി നമുക്ക് പൈസ കൊടുക്കണം. അങ്ങനെ പറയുമ്പോൾ ഞാൻ ഒത്തിരി ദുഃഖിച്ചു. ആ സമയത്തെ എന്താ ഇങ്ങനെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, എൻ്റെ ലൈഫിൽ ഞാൻ അതേ സമയത്ത് ഒരു മദ്യപാനിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കത്തില്ല. പിന്നെ സമയം വന്നപ്പോൾ മാത്രമേ, ഒരു സ്പെഷ്യലായിട്ട് സമയത്തിൽ മാത്രമേ ഞാൻ വെള്ളം കുടിക്കുന്ന ആളാണ്. ഞാൻ ഗുട്കായും പിന്നെ പാൻ മസാല ഇതെല്ലാം കഴിക്കുന്ന ആളാണ്. ആ സമയത്ത് എൻ്റെ ഉള്ളിലെ ഒരു സൈഡിലെ ഇതെല്ലാം ഒരു സൈഡിലെ നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഉള്ളിലെ ഒത്തിരി വേദനയുണ്ട് എനിക്ക്. എൻ്റെ ഹൃദയത്തിലെ ആഴത്തിലുള്ള വേദന അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ നേരത്തെ ഒരു ശിവന്റെ ഭക്തനായിരുന്നു. ആ സമയത്ത് ഞാൻ എന്നോട് വേറെ ആൾക്കാർ എന്നോട് പറഞ്ഞു, എല്ലാം ശിവനെ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരത്തില്ല അങ്ങനെ പറയുന്നു. ഞാൻ അത് മുതൽ എൻ്റെ ലൈഫിൽ ഞാൻ ശിവനെ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അത് വിധത്തിൽ ഞാൻ ഒരു ശിവരാത്രി ഉള്ള ഫെസ്റ്റിവലിലെ ഞാൻ ഒരു മിഡ് നൈറ്റിലെ 12 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ഒരു ധ്യാനത്തോടെ ശിവനെ ധ്യാനിച്ചു. പിന്നെ ഒന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. അതെല്ലാം എനിക്ക് ഒരു വെറുതായി പോയി. ഞാൻ ചിന്തിച്ചു, ശിവൻ ദൈവമാണെങ്കിൽ എൻ്റെ മുമ്പിൽ വരും. ഇത് ദൈവമല്ല. എനിക്ക് അന്നേ ഒരു വിഷയം അറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ യജമാനായ അവൻ്റെ അദ്ദേഹത്തെ മൂത്ത മകനായ
ഒരു മകൻ. അവന് ഈ ഇതെല്ലാം കണ്ടിട്ട് അവരുടെ ബിസിനസ് ഡൗൺ ആയിപ്പോയി. അപ്പോൾ അവർ ഈ സമാധാനം വേണ്ടി അവർ ഒരു കൽക്കത്തയിലുള്ള ഒരു ആശ്രമം, യോഗാദ സത്സംഗ് സൊസൈറ്റി ഓഫ് ഇന്ത്യ പേരുള്ള ഒരു ആശ്രമത്തിലേക്ക് കയറി. അവിടെ അവർ സമാധാനം വേണ്ടി അവർ അവിടെ പോയിട്ട് ധ്യാനം ചെയ്തിട്ടുള്ള ഒരു സന്ദർഭ ഒരു സമയത്തെ അവിടെ അദ്ദേഹം അവിടെ ഒരു പുസ്തകം മേടിച്ചു. ആ പുസ്തകം ഒരു യോഗി ആത്മകഥ, മീൻസ് അവർ ഓട്ടോബയോഗ്രാഫി ഓഫ് എ യോഗി, ആ പേരുള്ള ഒരു പുസ്തകം മേടിച്ച് ആ പുസ്തകം അവർ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കാറിൽ വെച്ചിട്ടുണ്ട്. ആ കാറിൽ വെച്ചപ്പോഴേ ഞാനും അവർ രണ്ടുപേരും കൂടെ ഈ അവർ ബിസിനസ്സിന് വേണ്ടി വേറെ ഫാക്ടറിയിലേക്ക് പോയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ആ പുസ്തകം തുറന്നു. ആ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചപ്പോഴേ എനിക്ക് അതിനകത്ത് ഒരു വിഷയം ഞാൻ കണ്ടു, ഒരു വചനം ഞാൻ കണ്ടപ്പോഴേ അതിനകത്ത് അവർ ഈ ഫുട് നോട്ടിലെ അവർ എഴുതിയത് എല്ലാം വചനങ്ങളും അതിൻ്റെ ഫുട് നോട്ടിലെ മത്തായി, മാർക്ക്, ലൂക്ക് അങ്ങനെ അവർ എഴുതിയിട്ടുണ്ട്. ആ എഴുതിയിട്ട് ഞാൻ കണ്ടപ്പോഴേ ഇതെല്ലാം ബൈബിളിനകത്തുള്ള ബൈബിൾ പുസ്തകത്തിലുള്ള പേരാ. ഈ പേര് പിന്നെ ഞങ്ങൾ ചിന്തിച്ചു, ഇവൻ ഒരു ഹിന്ദു സാധു ആയിരുന്നു. ഇവൻ എന്താ ഈ ബൈബിളിലെ ഉള്ള ഈ ബുക്സിന് പേര് എഴുതിയിട്ടുണ്ട്, എന്തുണ്ട് ഈ ബൈബിളിനകത്ത്? അതിൻ്റെ പുസ്തകത്തിലെ ഈ പരമഹംസ യോഗാനന്ദ പേരുള്ള ഗുരു അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. മത്തായി സുവിശേഷത്തിലുള്ള 5-ാം അധ്യായത്തിലുള്ള ഈ ഒരു വിഷയം അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ മഹാത്മാഗാന്ധിനോട് ഞാൻ ഈ മത്തായി സുവിശേഷത്തിലുള്ള ഈ 5-ാം അധ്യായത്തിലുള്ള എല്ലാം വിഷയങ്ങൾ അവനെ ഞാൻ ഉപദേശിച്ചു. ഈ ഗുരു മഹാത്മാഗാന്ധിനെ ഉപദേശിച്ചപ്പോഴേ അവർ അത് വിശ്വസിച്ചിട്ട് അതുപോലെ ആ വചനം പോലെ അവർ അനുസരിച്ചു. സോ ആ സമയത്ത് അവർ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ ഒരു ഭാഗത്തെ അടിച്ചാലും മറ്റൊരു ഭാഗം കാണിക്കാൻ വേണ്ടിയുള്ള ഒരു വിഷയം അവിടെ ഈ ഗുരു മഹാത്മാഗാന്ധിനോട് പറയുന്നത് അവർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ സമയത്തെ ഞാൻ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, ഒരു മനുഷ്യൻ ഈ ബൈബിളിലുള്ള ഈ വചനം അനുസരിച്ച് പോകുന്നപ്പോഴേ ഈ ദേശം അടിമയായുള്ള ഈ ദേശത്തെ ഒരു സ്വാതന്ത്ര്യം കിട്ടി. ഇതിനകത്ത് എത്ര ശക്തിയുള്ളൂ ഈ ബൈബിളിനകത്ത്, ഈ ബൈബിൾ വചനകത്ത് എത്ര ശക്തിയുണ്ടോ? അങ്ങനെ ഞാൻ എൻ്റെ ഉള്ളിൽ ഞാൻ ചിന്തിക്കുന്ന സമയത്തെ ഞാൻ അങ്ങനെ പിന്നെ വായിക്കാൻ വേണ്ടി എനിക്ക് ആഗ്രഹം തോന്നി. ഞാൻ പിന്നെ വായിച്ചു ആ ബുക്ക് അവസാനം ലാസ്റ്റ് പേജിലെ ആ ഗുരു ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും വേണ്ടി എല്ലാവരും പാപം കഴുകാൻ വേണ്ടി യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അവന്റെ രക്തത്തോടെ എല്ലാ ഭൂമിയിലുള്ള എല്ലാവരും പാപം കഴുകാൻ വേണ്ടി അവന്റെ രക്തത്തോടെ അവന് ഇതെല്ലാം കാര്യം ചെയ്തു. യേശു ക്രിസ്തു മാത്രം ദൈവത്തിന്റെ പുത്രനായി ഇരുന്നു. അവനിലൂടെ മാത്രം നമുക്ക് സ്വർഗം കിട്ടുമെന്ന വിഷയം അവിടെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ കണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു അങ്കിൾ പരിചയമുണ്ട്. ആ അങ്കിളിനോട് നിങ്ങൾ പോയി ചോദിച്ചു, അങ്കിൾ ഞങ്ങൾക്കൊരു ബൈബിൾ കൊടുക്കുമോ നിങ്ങൾ ചോദിച്ചപ്പോഴേ ആ അങ്കിൾ ഞങ്ങൾ അങ്ങനെ ചോദിച്ചപ്പോൾ അങ്കിൾ സന്തോഷത്തോടെ അത് സമ്മതിച്ചു. അവർ ഒരു ഗിഫ്റ്റ് പാക്ക് ആക്കി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു ബൈബിൾ. ആ ബൈബിൾ ഏൽപ്പിച്ചപ്പോഴേ ഞങ്ങൾ പോയി അത് തുറന്ന് ആ ബൈബിൾ വാങ്ങിക്കാൻ തുടങ്ങി. വാങ്ങിച്ചപ്പോഴേ ഞാൻ റോമ പുസ്തകത്തിലുള്ള 8-ാം അധ്യായത്തിലുള്ള 28-ാം
വചനം എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ വായിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ആര് ദൈവത്തോടെ സ്നേഹിക്കുന്നുള്ളൂ അവർക്ക് വേണ്ടി എല്ലാം നന്നായി നടക്കാൻ വേണ്ടി എല്ലാം ഒക്കെ ആയി പോകുന്നുണ്ടോ ഇങ്ങനെ ഞാൻ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ ആ ദൈവത്തിനെ ആരെങ്കിലും എൻ്റെ ഹൃദയത്തിലുള്ള വേദന അറിയുന്ന ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഞാൻ അതിനു വേണ്ടി ആ വിഷയം ഞാൻ കണ്ടപ്പോഴേ എനിക്ക് ഒത്തിരി സന്തോഷമായി. എൻ്റെ ഉള്ളിൽ എനിക്കറിയാതെ ഒത്തിരി ആനന്ദത്തോടെ ഞാൻ ജമ്പ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. പിന്നെ ആ അങ്കിൾ ഞങ്ങളോട് പറഞ്ഞു, ബ്രദറെ ഒരു പ്രാവശ്യം ചർച്ചിലേക്ക് വരണം, ഒരു പ്രാവശ്യം നിങ്ങൾ വന്നിട്ട് നോക്കുക, നിങ്ങളോട് ദൈവം സംസാരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ വരരുത് അങ്ങനെ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ ബ്രദർ രണ്ടുപേർ സംബന്ധിച്ച് പിന്നെ ഒരു ഞായറാഴ്ച അവിടെ ആരാധന നടക്കുന്ന സമയത്ത് ഞങ്ങൾ മൂന്നുപേർ അവിടെ കയറിപ്പോയി. അവിടെ ഇരുന്ന് ദൈവദാസൻ അവിടെ പ്രസംഗിക്കുന്നുള്ളൂ. ആ പ്രസംഗത്തിലെ ദൈവദാസൻ ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്, റോമപുസ്തകത്തിലുള്ള 8-ാം അധ്യായത്തിലുള്ള 28-ാം വചനം. അത് ആ ദൈവദാസൻ അങ്ങനെ പ്രസംഗിക്കുമ്പോൾ എനിക്ക് ഞാൻ വീട്ടിലെ കണ്ടത്, ഞാൻ വീട്ടിലെ വായിച്ചത് അതേ വചനം എൻ്റെ ഉള്ളിലെ ഉള്ള സന്തോഷം, ആനന്ദം. പിന്നെ ഞാൻ ചർച്ചിലേക്ക് കയറി പോയപ്പോഴേ പെട്ടെന്ന് ആ ദൈവദാസൻ അങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നി ദൈവം എന്നോട് ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ ദൈവം ജീവമുള്ള ദൈവമാണ്. അതിനകത്ത് അങ്ങനെ ഞാൻ അത് വിഷയം കേട്ടിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ അന്നേ എനിക്ക് അറിയാതെ ഒരു മണിക്കൂർ ഞാൻ കൈയടിച്ചു ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഞാൻ പള്ളിയിലേക്ക് പോയത്, ഫസ്റ്റ് ടൈം 1 മണിക്കൂർ ഞാൻ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സ്തുതിക്കുന്നുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് ഞായറാഴ്ച ഈ നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെ പോയപ്പോഴേ എൻ്റെ അമ്മ വീട്ടിലെ കാണത്തില്ല. എൻ്റെ അമ്മ ഈ കടഭാരത്തിന് വേണ്ടി അവർ വീട് വിറ്റിട്ട് സൂസൈഡ് ചെയ്യാൻ വേണ്ടി പോയി. സൂസൈഡ് ചെയ്യാനുള്ള ഒരു താല്പര്യത്തോടെ എൻ്റെ അമ്മ ആർക്കും അറിയത്തില്ല, ആർക്കും പറയുന്നില്ല. അവർ പുറത്തു പോയി, എവിടെ പോയി ആർക്കും അറിയത്തില്ല. ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ എൻ്റെ അമ്മ കാണത്തില്ല. ഞാൻ എൻ്റെ മൂത്ത ചേച്ചിനെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, അമ്മ നിങ്ങൾ വീട്ടിൽ വന്നാ ഇങ്ങനെ ചോദിച്ചപ്പോഴേ വന്നില്ല, അമ്മ വന്നില്ല പറഞ്ഞു. പിന്നെ എൻ്റെ രണ്ടാമത്തെ ചേച്ചിനെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ അവർ ഇവിടെ വന്നില്ല പറഞ്ഞു. എൻ്റെ ബന്ധുക്കൾ വീട്ടിലെ ഞാൻ വിളിച്ചു ചോദിച്ചു, അവർ വന്നില്ല പറഞ്ഞു. പിന്നെ എനിക്ക് അറിയാം, എൻ്റെ അമ്മേനെ ഒത്തിരി കടഭാരമുണ്ട്. എൻ്റെ അപ്പൻ ഞങ്ങളുടെ വിഷയം നോക്കത്തില്ല, ഞങ്ങൾക്കുള്ള ആവശ്യത്തിൽ അവർ ഒന്നും കൊടുക്കത്തില്ല. അതിൻ്റെ സമയത്ത് ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ചർച്ചിലേക്ക് പോയി തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നപ്പോഴേ ഞാൻ കണ്ടത് ദൃശ്യം ഇത്. എനിക്ക് ഒത്തിരി ഇതായി പോയി, എന്ത് ഇങ്ങനെ എൻ്റെ വീട്ടിലെ സംഭവിച്ചു. എൻ്റെ ഉള്ളിലെ പെട്ടെന്ന് എനിക്ക് ഒരു വിഷയം എൻ്റെ ഉള്ളിലെ ഒരു വിഷയം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ വരുന്നുണ്ട്. ഇതിനകത്ത് ഞാനിപ്പോൾ വിശ്വസിച്ചത് ഒരു ജീവമുള്ള ദൈവത്തിന്. എൻ്റെ വീട്ടിൽ എന്ത് സംഭവിച്ചാൽ ഈ ദൈവം എന്നെ സഹായിക്കും. ഈ ദൈവം എൻ്റെ കൂടെയുള്ള ദൈവമാണ്, എൻ്റെ കൂടെ ഉള്ള ദൈവമാണ്. എൻ്റെ അമ്മയെ മരിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ ദൈവം എൻ്റെ അമ്മയെ കൂടെ പോകും. അല്ല ഒരു വിഷയം എൻ്റെ ഉള്ളിൽ ഇത് പൊങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ വിശ്വാസത്തോടെ എനിക്ക് ഒരു വിശ്വാസത്തോടെ ഞാൻ ആ വിഷയം ഞാൻ ഏറ്റെടുത്തു. എൻ്റെ അപ്പൻ വന്നു, പിന്നെ എൻ്റെ ബന്ധുക്കൾ കൂടി വന്നു, എല്ലാം വന്നിട്ട് അവർ അമ്മയ്ക്ക് വേണ്ടി കരച്ചിലായിരുന്നു. ഞാൻ സന്തോഷത്തോടെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി. ഞാൻ
മുടങ്കാലില് മുടങ്കാലിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ആ റൂമിൽ ആ മുറിയിലെ വെളിയിലോട്ട് വന്നപ്പോഴേ എല്ലാവരും എൻ്റെ മുഖം നോക്കിയിട്ട് നിങ്ങൾക്കെല്ലാം അറിയാം, അമ്മയ്ക്ക് നിങ്ങൾക്ക് എല്ലാം വിഷയം അറിയാം, അതിനുവേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്നും വേദനയില്ല, നിങ്ങൾ സന്തോഷത്തോടെ ആ, പോകുന്നുണ്ട്, നിങ്ങൾക്കൊന്നും ഉം, വേദനയില്ല, നിങ്ങൾക്ക് അമ്മയുടെ വേണ്ടി നിങ്ങൾക്ക് ഒരു ഭാരമില്ല. ഇങ്ങനെ അവർ എന്നെ കുറ്റം പറയാൻ തുടങ്ങി. ഞാൻ അവനോട് പറയുന്നു, നേരത്തെ എനിക്ക് ജീവമുള്ള ദൈവം ആരാണെന്ന് എനിക്ക് അറിയത്തില്ല, ഇപ്പോ ഇപ്പോ എനിക്കറിയാം, ഞാൻ വിശ്വസിച്ച ദൈവം ജീവമുള്ള ദൈവമാ, ഇപ്പോഴും എൻ്റെ കൂടെയുള്ള ദൈവമാ. എൻ്റെ അമ്മേനെ ഞാൻ വിശ്വസിച്ച ദൈവം എൻ്റെ അമ്മയെ മരിക്കാൻ അനുവദിക്കത്തില്ല. അവർ എൻ്റെ ദൈവം എൻ്റെ അമ്മയുടെ കൂടെ ഉണ്ട്. തീർച്ചയായിട്ട് എൻ്റെ ദൈവം എൻ്റെ അമ്മേനെ എൻ്റെ വീട്ടിൽ കൊണ്ടുവരും. എനിക്ക് അതിൻ്റെ വിഷയത്തിൽ എനിക്ക് വിശ്വാസമുണ്ടെന്ന് ഞാൻ അവരോട് പറയുന്നു. അപ്പോൾ പറഞ്ഞപ്പോൾ അവർ ഇതെല്ലാം വേസ്റ്റാ, നിങ്ങൾ പറയുന്നതെല്ലാം ഇതെന്താ, ഇതുവരെ ഇല്ലാത്തത് പുതിയ വിശ്വാസം ഇവന് കൊണ്ടുവന്ന് ഇതെന്ത് നടക്കും, ഇതിനെല്ലാം നടക്കത്തില്ല. എൻ്റെ അപ്പനും എൻ്റെ ബന്ധുക്കളും എല്ലാവരും ഒരുമിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു, മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുത്തു. ആ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് അവിടെ ഒരു ശവമുണ്ട്, ഇവിടെ ഒരു ശവമുണ്ട്, വന്നിട്ട് നോക്കണേ, നിങ്ങളുടെ ഭാര്യത്തിൻ്റെ ശവമാണോ, വന്നിട്ട് നോക്കണേ, ഇങ്ങനെ അവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് അവർ പറയുന്നുണ്ട്. ആ സമയത്ത് ഞാൻ പറയുന്നു, എൻ്റെ അമ്മ മരിക്കത്തില്ല, എൻ്റെ അമ്മ മരിക്കാൻ എൻ്റെ ദൈവം എന്നെ അനുവദിക്കത്തില്ല. സോ അവർ പിന്നെ ഈ ഈ നമ്മുടെ ഈ മന്ത്രവാദം ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ പോയിട്ടുണ്ട്. അവനോട് ചോദിച്ചു, എന്ത് സംഭവിച്ചു, എൻ്റെ വൈഫിനെ എന്ത് സംഭവിച്ചു, എന്ത് നടക്കുന്നു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവർ ഇങ്ങനെ പറഞ്ഞു, അവൾ ആൾറെഡി മരിച്ചു, ആൾറെഡി ഭൂമിയിലെ ഇല്ലാത്തതായി പോയി. അങ്ങനെ പല സ്ഥലങ്ങൾ പോയപ്പോഴേ പല വിധത്തിലെ മന്ത്രവാദികൾ അങ്ങനെ പറഞ്ഞപ്പോഴേ എൻ്റെ അപ്പനോ വന്നിട്ട് അവർക്ക് കരയാൻ തുടങ്ങി. എൻ്റെ ചേച്ചിമാരും അനീതിമാരും എല്ലാം കരയാൻ തുടങ്ങി. അവർ പറയുന്ന വാക്ക് കേട്ടിട്ട് ഇവരുടെ ഉള്ളിലെ ഒരു വല്ലാത്ത വേദന പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ മാത്രം സന്തോഷത്തോടെ ഞാൻ മാത്രം വീട്ടിലെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും എന്നെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങളും നിങ്ങളുടെ അമ്മ ഒരു പ്ലാനോട് പ്ലാൻ ചെയ്തു, ആ പ്ലാൻ നിങ്ങളുടെ അമ്മ പെർഫെക്റ്റ് ആയിട്ട് നടന്നു. നിങ്ങൾ ഈ മറ്റുള്ളവർക്ക് പൈസ കൊടുക്കരുത് താല്പര്യത്തോടെ നിങ്ങളും നിങ്ങളുടെ അമ്മ രണ്ടുപേരും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം ഇതെല്ലാം വിഷയം. അങ്ങനെ നാട്ടുകാർ, എൻ്റെ വീട്ടിലെ സൈഡിലുള്ള ആൾക്കാരും അങ്ങനെ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരും, കമ്പൾസറി വരും, നിങ്ങളുടെ എല്ലാം പൈസ മടക്കി ഞാൻ തരും, നോ പ്രോബ്ലം, എൻ്റെ ദൈവം എന്നെ അതുപോലെ ചെയ്യും, കൊടുക്കാൻ പൈസ എൻ്റെ ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, എനിക്ക് ഉറപ്പാ വിഷയം. ഞാൻ അങ്ങനെ പറയുമ്പോൾ പിന്നെ ആ ആഴ്ച കഴിഞ്ഞിട്ട് ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോയപ്പോൾ ദൈവദാസൻ ഇങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് എന്നോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ടോ, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് സന്തോഷമായി, ഞാൻ നിങ്ങളുടെ അമ്മയുടെ വിഷയം അമ്മയുടെ എവിടെ ഉള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. ഈ ആഴ്ച നിങ്ങളുടെ അമ്മയുടെ വേണ്ടി നിങ്ങൾക്ക് ഒരു വിഷയം ഞാൻ ഈ ആഴ്ച ഞാൻ അവരുടെ വിഷയത്തിന് ഞാൻ നിങ്ങളുടെ ഒരു വിഷയം അറിയിക്കും, എവിടെ ഉള്ളത് ഞാൻ അറിയിക്കും. അങ്ങനെ ദൈവദാസൻ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി. എൻ്റെ അമ്മ വിഷയം ദൈവം
എന്നെ അറിയിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒത്തിരി സന്തോഷത്തോടെ തിരിച്ച് ഞാൻ വീട്ടിലെ പോയപ്പോൾ എല്ലാവരും അവിടെ ഇരുന്നു. അതേ വിധത്തിൽ അവർ വിചാരത്ത് ഒരു ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ ഇരുന്ന ആൾക്കാരായി ഇരുന്ന സമയത്ത് ഞാൻ അവരിനോട് നോക്കിയിട്ട് പിന്നെ പറഞ്ഞു, എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചു. എൻ്റെ അമ്മയുടെ വിഷയത്തിനോർത്ത് ദൈവം എന്നോട് സംസാരിച്ചു. ഈ ഈ ആഴ്ച അമ്മ എവിടെ ഉണ്ടോ എന്ന വിഷയം ഞങ്ങൾ ദൈവം അറിയിക്കും. ആ സമയത്ത് ആ ആഴ്ച ഒരു ബുധനാഴ്ച എൻ്റെ നാട്ടിലുള്ള ഒരു അങ്കിള് സിറ്റിയിലെ ഒരു സൈഡിലെ ഒരു വിഷയത്തിന് വേണ്ടി അവർ പോയിട്ടുണ്ട്. അവരുടെ ബന്ധുക്കൾ വീട്ടിലെ പോയിട്ടുണ്ട്. അദ്ദേഹം ഒരു വൈകുന്നേരം തിരിക്കുമ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മ അവിടെ ഒരു ടെലിഫോൺ ബൂത്ത് സൈഡിലെ അവിടെ ഉള്ളത് ഈ ഇദ്ദേഹം കണ്ടപ്പോൾ അത് ഒരു ഈവനിങ് വൈകുന്നേരം ഒരു 6 മണിയായി. അപ്പോഴേ അവർ കുറച്ച് ഈ ഈ അവർക്ക് സിറ്റി ബസ് ഫുള്ള് തിരക്കിലായിരുന്നു. ആ സമയത്ത് അവർക്ക് അവിടെ അങ്ങോട്ട് പോകാൻ അവർക്ക് ഇതായിട്ടില്ല. അതിനുവേണ്ടി അവർ പിന്നെ അവർ എൻ്റെ അമ്മേനെ കണ്ടിട്ട് അവർ ഡയറക്റ്റ് ആയിട്ട് വീട്ടിൽ വന്നിട്ട് എൻ്റെ അപ്പൻ്റെ ചേച്ചിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സഹോദരൻ്റെ ഭാര്യനെ ഞാൻ കണ്ടു, അവിടെ ഉള്ളു അവർ എങ്ങനെ പറഞ്ഞപ്പോഴേ എനിക്ക് ഒത്തിരി സന്തോഷമായി. എൻ്റെ ദൈവം എൻ്റെ അമ്മ എവിടെ ഉണ്ടോ എന്ന വിഷയം എന്നെ അറിയിച്ചത് തന്നെയാണ്. ഒത്തിരി സന്തോഷമായി എനിക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവന് വേണ്ടി എവിടെ ഉള്ളത് ഞാൻ കാണാൻ വേണ്ടി ഞാൻ അവിടെ പോയപ്പോഴേ ഞാൻ പോയിരുന്ന ആ സ്ഥലത്തെ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. ആ റെയിൽവേ ട്രാക്കിലെ അപ്പുറത്തെ സൈഡിൽ എൻ്റെ അമ്മ ഒരു പബ്ലിക് ടെലിഫോൺ സൈഡിലോട്ട് ഇരുന്നുണ്ട്. ഞാൻ ഇപ്പുറത്തെ സൈഡിലുള്ള ഈ റെയിൽവേ ട്രാക്ക് ഇപ്പോഴത്തെ സൈഡിൽ ഗേറ്റ് അടച്ചപ്പോഴേ ഈ സൈഡിലേക്ക് ഞാനും എൻ്റെ സഹോദരൻ ഒരുമിച്ച് അവിടെ എല്ലാം എല്ലാം നോക്കിയിട്ടപ്പോൾ എല്ലാം കണ്ടിട്ടുണ്ട്. അവിടെ കാണത്തില്ല എൻ്റെ അമ്മ. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ എൻ്റെ ഉള്ളിലെ ഒരു ചിന്ത വന്നു, ദൈവമല്ലേ നിങ്ങളുടെ അമ്മയുടെ വേണ്ടി നിങ്ങളോട് പറയുന്നത്. ഞാൻ നിങ്ങളുടെ അമ്മയുടെ സമാചാരം ഞാൻ കൊണ്ടുവരും, എവിടെ ഉള്ളത് ഞാൻ അറിയിക്കും. അതിമാത്രം ഞാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഉള്ളിലെ ഈ പറയുന്ന ദൈവം എൻ്റെ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവരും കമ്പൾസറി. അങ്ങനെ ഒരു വിശ്വാസം എനിക്ക് പിന്നെ പൊങ്ങി വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, വേണ്ട, എൻ്റെ ഉദ്ദേശത്തോടെ എൻ്റെ ആലോചനയോടെ ഇതെല്ലാം ചെയ്യാൻ വേണ്ട, വേസ്റ്റ് ഇത്. ഞാൻ ചിന്തിച്ചു, ഞാൻ പോയി എവിടെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും, അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കും, ദൈവം എല്ലാം ചെയ്യും. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് കയറിപ്പോയി. വീട്ടിലേക്ക് പോയി എൻ്റെ മുറിയിലിരുന്നു. ദൈവമേ, നിങ്ങൾ പറയുന്നത് പോലെ എൻ്റെ അമ്മയുടെ വിഷയം എനിക്ക് എവിടെ ഉള്ളത് അറിയിച്ചത് നന്ദി. നിങ്ങൾ തിരിച്ച് എൻ്റെ അമ്മേനെ വീട്ടിലേക്ക് കൊണ്ടുവരും. എനിക്ക് അതിൻ്റെ വിഷയത്തിൽ വിശ്വാസമുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നൈറ്റും രാത്രിയും പകലും ഞാൻ ഇങ്ങനെ പ്രാർത്ഥന ഇരുന്ന സമയത്തെ പിന്നെ ഞായറാഴ്ച നെക്സ്റ്റ് ഞായറാഴ്ച ഞാൻ പള്ളിയിലേക്ക് പോയി. അവിടെ ദൈവദാസൻ ഇങ്ങനെ പ്രസംഗിക്കൊണ്ടിരിക്കുന്നു, ഈ ആഴ്ച നിങ്ങളുടെ അമ്മേനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരും. അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട്. എൻ്റെ അമ്മേനെ ദൈവം വീട്ടിലേക്ക് കൊണ്ടുവരും, തീർച്ചയായിട്ടും കൊണ്ടുവരും. ആ സന്തോഷത്തോടെ ഞാൻ തിരിച്ചു പോയി. ഞാൻ എൻ്റെ വീട്ടുകാർ, എൻ്റെ ബന്ധുക്കളുടെ ഇടയിൽ ഞാൻ ഇന്ന് നിന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു, എൻ്റെ ദൈവം ഈ ആഴ്ച എൻ്റെ അമ്മേനെ വീട്ടിലേക്ക് കൊണ്ടുവരും. അതിപ്പോൾ പറയുമ്പോൾ അവരെല്ലാം ഇതെല്ലാം വേസ്റ്റാ, നിങ്ങൾ എന്താ ഈ പള്ളിയിൽ പോകുന്നത്, ഞങ്ങൾ ഹിന്ദുക്കളല്ലേ, ഈ പുതിയ വിശ്വാസം ഇതെന്താ, ഇതൊന്നും നടക്കത്തില്ല, നിങ്ങൾ പറയുന്നതെല്ലാം വേസ്റ്റ്. ഒത്തിരി ഈ മന്ത്രവാദികൾ പറയുന്നു, നിങ്ങളുടെ അമ്മ ആൾറെഡി മരിച്ചു, അതെല്ലാം കഴിഞ്ഞു, പിന്നെ നിങ്ങൾ ഇങ്ങനെ വിശ്വാസത്തോടെ ഈ വാക്ക് എന്ത് പറയുന്നുണ്ട്, ഇതെല്ലാം വേസ്റ്റ്. അങ്ങനെ അവർ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു,
എൻ്റെ അമ്മ മരിച്ചില്ല, എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നു, എൻ്റെ ദൈവം എൻ്റെ കയ്യിൽ എൻ്റെ അമ്മയെ ഏൽപ്പിക്കും, കമ്പൽസറി എൻ്റെ വീട്ടിൽ കൊണ്ടുവരും. ആ സമയത്ത് എൻ്റെ പ്രായത്തിലെ ഒരു സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സ്കൂളിലെ ഒരു ടീച്ചർ, ആ ടീച്ചർ ഇനി എൻ്റെ അമ്മയോട് ഒരു നല്ല ബന്ധമുണ്ടായിരുന്നു. ആ ടീച്ചർ ఇప్పుడు എവിടെ ഉള്ളത്, എന്തു ചെയ്യുന്നത് എല്ലാം എൻ്റെ മൂത്ത ചേച്ചിനെ മാത്രം അറിയാം. ആ സമയത്ത് ഈ ഈ എൻ്റെ അമ്മ ആ ആഴ്ച ഞായറാഴ്ച കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച രാവിലെ എൻ്റെ മൂത്ത ചേച്ചിക്ക് ഒരു ടെലിഫോൺ ബൂത്ത് ഉണ്ടായിരുന്നു. ആ ടെലിഫോൺ ബൂത്തിൽ വിളിച്ചിട്ട് എൻ്റെ അമ്മ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നു, അമ്മ ഞാൻ ഇവിടെ ഉണ്ട്, എന്നെ ഞാനിവിടെ ഉണ്ട്, എന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഇവിടെ വരുമോ ഇങ്ങനെ ചോദിച്ചപ്പോഴേ എൻ്റെ മൂത്ത ചേച്ചി ഫോൺ എടുത്ത് ആ പബ്ലിക് ടെലിഫോണിലുള്ള ആ സ്ത്രീയോട് സംസാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് അവിടെ വരും, എൻ്റെ അമ്മേനെ അവരെ കുറിച്ച് സൂക്ഷിക്കണം, ഞാൻ അവിടെ അങ്ങോട്ട് വരും ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ഫോൺ വെച്ചിട്ട് ഒരു ആട്ടോ എടുത്ത് അവർ ഡയറക്റ്റ് ആയിട്ട് എൻ്റെ അമ്മ അടുത്ത് പോയപ്പോഴേ ഈ നേരത്തെ ഒരു നല്ല ബന്ധമുള്ള ടീച്ചർ വീടും എൻ്റെ അമ്മ ഉള്ളത് ഒരു ചെറിയ ഡിസ്റ്റൻസിലാണ് ഇവർ രണ്ടുപേരുള്ളത്. ഈ എല്ലാം വിഷയം എൻ്റെ മൂത്ത ചേച്ചിനെ മാത്രം അറിയാം. ഈ ടീച്ചർ എവിടെ താമസിക്കുന്നുണ്ട്, എവിടെ അവർ ജോലി ചെയ്യുന്നുണ്ട്, എല്ലാം വിഷയം എൻ്റെ മൂത്ത ചേച്ചിനെ അറിയാം. ആ മൂത്ത ചേച്ചി എല്ലാം എൻ്റെ അമ്മേനെ നോക്കിയിട്ട് അവർ ഒരുമിച്ച് ഒത്തിരി സമയം അവർ രണ്ടുപേരും കരഞ്ഞിട്ട് എൻ്റെ അമ്മയോട് എൻ്റെ മൂത്ത ചേച്ചി പറഞ്ഞു, അമ്മ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു ടീച്ചറല്ലേ, ആ ടീച്ചർ ഇവിടെ ഒരു 4 വീട് അടുപ്പിച്ച് അവിടെ അവരുടെ വീട്, ഞങ്ങൾ ഒരുമിച്ച് ആ ടീച്ചറുടെ വീട്ടിൽ പോകാം. ആ സമയത്ത് ആ ടീച്ചർ ആ സ്കൂൾ സമയം കഴിഞ്ഞു. അപ്പോൾ അവർ ഈ വീട്ടിലേക്ക് വരുന്നുണ്ട് ടീച്ചറും. ആ സമയത്ത് എൻ്റെ അമ്മയും എൻ്റെ മൂത്ത ചേച്ചി രണ്ടുപേരും ഒരുമിച്ച് ടീച്ചറിന്റെ വീട്ടിൽ പോകുന്ന ആ ഗേറ്റിലെ ഫ്രണ്ടിൽ ഇവർ എല്ലാം ഈ രണ്ടുപേര് ഇങ്ങനെ അവിടെ കാണുന്നുണ്ട്. സോ ആ സമയത്ത് എൻ്റെ അമ്മയുടെ സ്ഥിതി കണ്ടിട്ട് ടീച്ചർ അവർ ഒത്തിരി ദുഃഖത്തോടെ ചോദിച്ചിട്ടുണ്ട്, എന്തമ്മ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു, നിങ്ങളുടെ സ്ഥിതി എന്ത് ഇങ്ങനായിപ്പോയി, എന്താ 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 നിങ്ങളുടെ സ്ഥിതി എന്തായിപ്പോയി ഇങ്ങനെ ചോദിച്ചിട്ട് അവർ വീട്ടിലേക്ക് ആഹ്വാനിച്ചു. അവർ പോയി ഒരു നല്ല സാരി എൻ്റെ അമ്മയുടെ കൊടുത്തു. അവരെല്ലാം റെഡി ആയിട്ട് എന്ത് നിങ്ങളുടെ വിഷയം, എന്ത് നിങ്ങൾക്ക് ഇത് സംഭവിച്ചത്, ഇതെല്ലാം എൻ്റെ അമ്മേനെ ചോദിച്ചപ്പോഴേ എൻ്റെ അമ്മ പറഞ്ഞു, അമ്മ ഞാൻ ഈ പിള്ളേർക്ക് വേണ്ടി ഒത്തിരി കടം വാങ്ങിച്ചിട്ടുണ്ട്, സോ തിരിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, അതിനുവേണ്ടി ഞാൻ ആറിനോട് പറയാനാ എനിക്ക് ആരുമില്ല, അതിനുവേണ്ടി ഞാൻ മരിക്കാൻ ഞാൻ ചിന്തിച്ചു, മരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ അത് തീരുമാനത്തോടെ ഞാൻ ഇവിടെ വന്നത്. പിന്നെ എനിക്ക് മരിക്കാൻ ഉദ്ദേശം വരത്തില്ല. അതിനുവേണ്ടി എന്തെങ്കിലും എനിക്ക് ഒരു വഴി തുറക്കുമുണ്ട് ഉള്ള ഒരു ചിന്ത വന്നിട്ട് ഞാൻ ഈ ഒരു 15 ദിവസം ഞാൻ ഇവിടെ കറങ്ങി, ഇവിടെ ഒരു ആലയത്തിലെ അവർ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കഴിച്ചു കൊണ്ടിരിക്കുന്നു. അത് എല്ലാം ആ ടീച്ചറിനോട് അറിയിച്ചു. ആ ടീച്ചറിനോട് പറഞ്ഞപ്പോൾ ആ ടീച്ചർ എൻ്റെ അമ്മേനെ അവർ ഒത്തിരി സ്നേഹിക്കുന്ന ടീച്ചറാ. പിന്നെ അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വെങ്കട്ട് റെഡ്ഡി നിങ്ങൾ ഇവിടെ വരണം, ഇങ്ങനെ അവരുടെ വീട്ടിൽ എന്നെ ക്ഷണിച്ചു. ഞാൻ അവിടെ പോയപ്പോഴേ എൻ്റെ അമ്മയും എന്നെ കണ്ടിട്ട് ഒരുമിച്ച് കരഞ്ഞു. ആ സമയത്ത് എൻ്റെ ടീച്ചർ എന്നോട് പറഞ്ഞു, റെഡ്ഡി ഞാൻ നിങ്ങളുടെ കയ്യിലെ ഈ 1 ലക്ഷം രൂപ ഞാൻ ഏൽപ്പിക്കും. ഈ 1999 സംഭവിച്ച സംഭവമാണ് ഇത്. ഈ 1 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും.
നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങളല്ലേ ഗ്രാമത്തിലുള്ള ആറിനെ ആറിനോട് നിങ്ങളുടെ അമ്മ ഈ കടം വാങ്ങിച്ചോ, അവരെല്ലാവർക്കും ഇതെല്ലാം തിരിച്ചു കൊടുക്കണം. ആ നിങ്ങളുടെ അമ്മ അവിടെ വന്നപ്പോഴേ ആരെങ്കിൽ എനിക്ക് പൈസ തരാനുള്ള ഒരു വിഷയം ആറിനോട് ആരും നിങ്ങളുടെ അമ്മേനെ പറയരുത്. അതിനുവേണ്ടി നിങ്ങൾ ഈ പൈസ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കാനുള്ളവർക്ക് എല്ലാം പൈസ കൊടുക്കണം അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ എല്ലാം ആ പൈസ എൻ്റെ കയ്യിലെടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ എൻ്റെ അമ്മ കടം ആറിനോട് വാങ്ങിച്ചത് അവർ എല്ലാവർക്കും ഞാൻ അതെല്ലാം പൈസ കൊടുത്തു. ഒരു 15 ദിവസം ഇവിടെ എൻ്റെ അമ്മ ടീച്ചറുടെ വീട്ടിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ടീച്ചർ എൻ്റെ അമ്മേനെ ഒരു നല്ല സഹോദരി പോലെ അവർ എല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വിശ്വാസത്തിലെ ഇതുപോലെ വളരാൻ ദൈവം എന്നെ സഹായിച്ചു. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എൻ്റെ അപ്പൻ മരിച്ചു. അതിൻ്റെ ശേഷം എൻ്റെ ചെറിയപ്പൻ്റെ ഭാര്യാവ് മരിച്ചു. ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നത് മുതൽ എൻ്റെ ജീവിതത്തിലെ ഇതുപോലെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ വിശ്വാസത്തിലെ ദൈവം എന്നെ കൊണ്ടുവന്നത് ഇതെല്ലാം നന്നായി ചെയ്യാൻ വേണ്ടി ആ ദൈവം എന്നെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ എന്ത് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ അങ്ങനെ ഞാൻ ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ പോകുന്ന ദൈവദാസനോട് എനിക്ക് ഒത്തിരി സ്നേഹത്തോടെ അവരുടെ കൂടെ എല്ലാ സ്ഥലത്ത് പോകാൻ ദൈവം എന്നെ സഹായിച്ചു. ആ സമയത്ത് ഞാൻ ഈ ഒരു ഭാഗത്ത് ഈ എൻ്റെ വേലയ്ക്ക് ഇറങ്ങി. വേലയ്ക്ക് മീൻസ് എൻ്റെ പാസ്റ്ററുടെ കാർ ഓടിക്കാൻ വേണ്ടി ഞാൻ അവരുടെ കൂടെ പോയിട്ടുള്ള ആ സമയത്ത് ഒരു ഭാഗത്ത് എൻ്റെ ലൈഫിലെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഈ ദൈവം ജീവമുള്ള ദൈവമാണ്. ഈ ദൈവത്തോടെ ഞാൻ ഇതുപോലെ പോകുമ്പോൾ എൻ്റെ ലൈഫിലെ എല്ലാം നന്നായി നടക്കും ഞാൻ ചിന്തിച്ചു. പിന്നെ ഇത് എന്ത് ഇങ്ങനെ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടോ. അതുവരെ ഞാൻ ബാപ്റ്റിസം എടുത്തില്ല, ഞാൻ സ്നാനം എടുത്തില്ല. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ പൈൽസ് കംപ്ലൈന്റ് ഉണ്ട്. ഒരു 10 വയസ്സ് മുതൽ എൻ്റെ ലൈഫിൽ എനിക്ക് പൈൽസ് കംപ്ലൈന്റ് ഉണ്ട്. ആ കംപ്ലൈന്റിന് വേണ്ടി ഞാൻ ഒത്തിരി ഈ എസ്പെഷ്യലി സമ്മറിൽ എനിക്ക് ഒത്തിരി വേദന വരുന്നുള്ളൂ. എല്ലാ സമ്മറിലും ഞാൻ ഒത്തിരി വേദനയോടെ കടന്നു പോകുന്ന സമയത്ത് ഈ ദൈവത്തെ ഞാൻ വിശ്വസിച്ച വർഷം കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് പൈൽസ് കംപ്ലൈന്റ് ഉണ്ടല്ലേ, ഇപ്പൊ അത് കാണത്തില്ല, എവിടെ പോയി, എന്തായി എൻ്റെ ലൈഫിൽ, ശരീരത്തിൽ എന്ത് സംഭവിച്ചു. ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഈ ദൈവം എന്നെ ഈ രോഗം, എൻ്റെ രോഗം മാറ്റി ഈ ദൈവം എനിക്ക് ഒരു സ്വസ്ഥത കൊടുത്തു എന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ ഒരു ദൈവത്തോടെ എനിക്ക് ഒരു നല്ല ബന്ധം എനിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ആ ദൈവം എന്നെ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ഈ വേല ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലെ വേല ചെയ്യാൻ തുടങ്ങി. ഈ വേലയിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട്. എനിക്ക് ഒരു 2006 എൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണത്തിലെ ഒരു വിശ്വാസിയായിരുന്ന ഒരു പെൺകുട്ടിനെ കല്യാണം കഴിപ്പിച്ച ശേഷം ഞാൻ അവരുടെ വീട്ടിൽ പോയപ്പോഴേ അവിടെ ഒത്തിരി കഷ്ടങ്ങളോട് കടന്നു പോകുന്ന കുടുംബം. ഞാനപ്പോൾ അവരുടെ കുടുംബത്തിൽ ഞാൻ ചെന്നിട്ട് അവിടെ ഉള്ള എല്ലാ വിഷയത്തിനോർത്ത് ഞാൻ ദൈവത്തെ പ്രാർത്ഥിച്ചപ്പോഴേ ദൈവം ഒരു നല്ല വഴി തുറന്നു. പിന്നെ അവരും ഒരു നല്ല ആത്മീയ സ്ഥിതിയിലേക്ക് കടന്നു വന്നു. എൻ്റെ ലൈഫിലെ ദൈവം ഇതെല്ലാം ചെയ്തു. ഞാൻ ഒത്തിരി സന്തോഷത്തോടെ
ഈ വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. സോ എനിക്ക് പറയാൻ പറയാൻ ഞാൻ എൻ്റെ ലൈഫിലെ ഒരു വിഷയം എനിക്ക് ഇങ്ങനെ മനസ്സിലായി. ഞാൻ ആദ്യത്തെ സമയത്തെ ഞാൻ ഈ ബൈബിൾ വാങ്ങിക്കപ്പോൾ എന്നോട് ദൈവം സംസാരിച്ചതുപോലെ എനിക്ക് മനസ്സിലായി, ഒരു മനുഷ്യൻ ഇതുപോലെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഈ ഈ ദേശത്തെ ഒരു നല്ല സ്വാതന്ത്ര്യം കിട്ടി. ഞാനും ഇതുപോലെ അനുസരിച്ചാൽ എൻ്റെ ലൈഫിലെ ഒരു നല്ല ഉണർവും എനിക്ക് ഒരു നല്ല ഭാവി ഉണ്ടാകും അല്ലാതെ എൻ്റെ ഉള്ളിലെ ഞാൻ ഇങ്ങനെ വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. സോ ഈ ഈ സമയത്ത് എൻ്റെ സാക്ഷ്യം പറയാൻ എനിക്ക് അവകാശം നൽകിയത് അരോമ TV ഈ ഉടമസ്ഥനായ പാസ്റ്റർ ഡാനിയൽ ജാൻ പാസ്റ്ററിനെ എൻ്റെ സ്നേഹപൂർവ്വക വന്ദനം പറയുന്നു. എനിക്ക് വേണ്ടി എൻ്റെ വിലയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. സോ എൻ്റെ സാക്ഷ്യം തീരും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പോൾ റെഡ്ഡി ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ TVയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മലയാളി അല്ലാതിരുന്നിട്ടും മലയാളത്തിൽ സാക്ഷ്യം പറയുവാൻ ദൈവം തന്ന ആ പ്രത്യേക കഴിവിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തെലുങ്ക് ഭാഷ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, തെലുങ്കാനയിൽ താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസൻ, തെലുങ്ക് ഭാഷ പഠിച്ച് വളർന്ന് ആ ഒരു നിലയിൽ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മലയാളത്തിൽ സാക്ഷ്യം പറയുവാൻ കഴിയുക എന്ന് പറയുന്നത് അസാധാരണമായ ഒരു കൃപയാണ്. ദൈവം തന്ന ഒരു വരമാണത്. എല്ലാവരെയും കൊണ്ട് കഴിയാതിരിക്കുന്ന ആ കാര്യം കർത്താവിൻ്റെ ദാസനെ കൊണ്ട് ദൈവം ചെയ്തത് എടുത്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എങ്ങനെയാണ് ഈ മലയാളം പഠിച്ചത് എന്ന ഒരു വാക്ക് അരോമ TVയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാമോ? തീർച്ചയായിട്ടും പറയാം പക്ഷേ ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നത് മുതൽ മലയാളിയിലെ പാസ്റ്റേഴ്സിനോട് ഞാൻ അവരിനോട് ചേർത്ത് നിൽക്കുന്ന ആളാ. അവരുടെ കൂടെ ഈ എല്ലാം ഞാൻ ഈ വചനങ്ങളും പിന്നെ ഈ വചനത്തിലുള്ള ആഴം അറിയുന്നത് ഈ മലയാളി പാസ്റ്ററിനോടാണ്. സോ ഞാൻ അവരിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഞാൻ ഈ മലയാളി പാസ്റ്ററിനോട് ഈ എൻ്റെ സ്പിരിച്വൽ ലൈഫ് മുമ്പോട്ട് പോകാനുണ്ടെങ്കിൽ എനിക്ക് മലയാളം പഠിപ്പിക്കണം, എനിക്ക് മലയാളം മനസ്സിലാക്കണം. ആദ്യമായിട്ട് എനിക്ക് മലയാളം മനസ്സിലാക്കണം, പിന്നെ ഞാൻ മലയാളം സംസാരിക്കണം. അങ്ങനെ ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോഴേ ദൈവം എനിക്ക് ധാരാളമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ഈ വിഷയങ്ങളെല്ലാം പറയാൻ വേണ്ടി ദൈവം എനിക്ക് കൃപ നൽകിയിട്ടുണ്ട്. ഇത് ദൈവം കൊടുത്തതാ. അതിനുവേണ്ടി ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ സന്തോഷം. ദൈവ വചനം പഠിക്കുവാനും ദൈവദാസന്മാരോട് ഒരുമിച്ചുള്ള കൂട്ടായ്മയും ആഗ്രഹിച്ച വ്യക്തി എന്ന നിലയിൽ മലയാളം ഭാഷ പഠിക്കുവാനുള്ള ഒരു ഭാഗ്യകരമായ ഒരു അനുഭവം. തെലുങ്ക് ഭാഷ ശ്രേഷ്ഠമേറിയ ഒരു ഭാഷയാണ്. ലോകത്ത് ഏറെ ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് തെലുങ്ക് ഭാഷ. അപ്പോൾ തന്നെ മലയാളം ഭാഷ അത്രയധികം സംസാരിക്കുന്നില്ലെങ്കിൽ പോലും മലയാളം ഭാഷയ്ക്കും അതിൻ്റേതായ പ്രാധാന്യം ലോക ഭാഷകളുടെ ഇടയിലുണ്ട്, ഇന്ത്യൻ ഭാഷകളുടെ ഇടയിലുണ്ട് എന്നുള്ളത് തന്നെ പ്രസക്തമായൊരു കാര്യമാണ്. ദൈവദാസന് അനേക
ദൈവദാസന്മാരെയും ആത്മീയ പുസ്തകങ്ങളും ഒരുപാട് രചിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭാഷയാണ് മലയാളം ഭാഷ എന്ന് പറയുന്നത്. ഒരുപാട് ദൈവദാസന്മാരുടേതായ പ്രസംഗങ്ങൾ ദൈവദാസന്മാരെ സംഭാവന ചെയ്യുവാൻ കേരളക്കരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലോകത്ത് എല്ലായിടത്തും സുവിശേഷ ദൗത്യവുമായി, മിഷണറി ദൗത്യവുമായിട്ട് മലയാളികളുടെ ഇടയിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അവർ കടന്നു പോകുന്നിടത്തൊക്കെ മലയാള ഭാഷ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുകയും അവരെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുവാൻ മലയാളികളായ സഹോദരങ്ങൾ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു സാക്ഷ്യം തന്നെ ഉടലെടുക്കുവാൻ ഇടയായി തീർന്നത്. മലയാളം പഠിപ്പിച്ച ആ ദൈവദാസന്മാരോടും അവരുടെ കുടുംബങ്ങളോടും ആ ദൈവഭൃത്യന്മാരോടുള്ളതായ നന്ദിയും കടപ്പാടും ഈ തരുണത്തിൽ അരോമ TV അറിയിക്കുന്നു. നിങ്ങളുടെ പ്രയത്നം വെറുതെ ആയില്ല. നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടാണ്, നിങ്ങളുടെ ആ ഒരു നല്ല മനസ്സുകൊണ്ടാണ് ഈ പോൾ റെഡ്ഡി എന്ന് പറയുന്ന വ്യക്തിക്ക് ദൈവവചനം പഠിക്കുവാൻ, മലയാളം സംസാരിക്കുവാൻ, ആത്മീയമായി വളരുവാൻ, കർത്താവിൻ്റെ വേലയിലായിരിക്കുവാനൊക്കെ ഇടയായി തീർന്നത്. നിങ്ങളെ ഈ തരുണത്തിൽ ഞങ്ങൾ സ്മരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ധാരാളമായി പ്രതിഫലം തരുമാറാകട്ടെ. പ്രേക്ഷകർക്ക് ഈ ജീവിതാനുഭവം ഒരനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവസ്ഥനെ നമുക്ക് ഒരുമിച്ച് ഈ ദൈവഭൃത്തിന് വേണ്ടി സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ഈ സമയത്ത് അരോമ TV പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചുരുക്കം വാചകങ്ങളിൽ തെലുങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ ദാസൻ ഈ സമയത്ത് ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. పరిశుద్ధుడా, కృపగల మా తండ్రి, దయగల మా దేవానికి స్తోత్రం తండ్రి. ఇదిగో ఈ సమయం ముందు ప్రభునైనా ఈ అరోమా TV ద్వారా నాయన సర్వశక్తి గల దేవుడు అయిన మీ కొరకు నాయన సాక్ష్యంగా నిలబడుటకు నాయన మీరు ఇచ్చిన కృపను బట్టి మీకు స్తోత్రం తండ్రి. ప్రత్యేకంగా నాయన ఈ యొక్క అరోమా TV ద్వారా అనేక స్థలాల్లో నాయన ఉన్న ప్రేక్షకులందరూ చూడటానికి, నాయన అనేక సాక్ష్యాలు విని వారి ఆత్మీయ జీవితంలో బలపడటానికి నాయన ఇగో మీరు తెరిచిన మార్గమును బట్టి మీకు స్తోత్రం తండ్రి. ప్రత్యేకంగా ఈ సమయమందు ప్రభునే తండ్రి నాయన ఈ TV ద్వారా వినిపించిన ఈ సాక్ష్యము అనేకుల జీవితాల్లో ఇది వెలుగు నింపినట్లుగా, అనేకులు నాయన చీకట్లోని ఆశ్చర్యకరమైన మీ వెలుగులోనికి నడిపించబడినట్లుగా నాయన మీ కృపా కార్యం చేయమని అడుగుతున్నాం. ప్రత్యేకంగా నాయన ఈ అరోమా TV నాయన ఇగో ప్రభునే తండ్రి దాని యొక్క యజమాని అయిన డానియల్ జాన్ పాస్టర్ గారి కొరకును, వారి కుటుంబమును, వారి ఈ యొక్క ఛానల్కి సబ్స్క్రైబర్గా ఉన్న ప్రతి ఒక్కరికి నాయన నిన్నైనా మీ ఆశీర్వాదములు ప్రభుత్వం మీరు దయచేయమని అడుగుతున్నాం. ప్రత్యేకంగా నాయన రానున్న దినాల్లో అనేకులకు ప్రభుత్వం తండ్రి ఆశాజనకంగా అనేకులు నాయన తమ అంతరంగమందు నాయన ఉజ్జీవింపబడుటకు కావలసిన సాక్ష్యములు నాయన ఇగో ప్రభుత్వం మీరు ఈ ఛానల్ ద్వారా ప్రభుత్వం తండ్రి అనేకులకు తెలియపరచమని అడుగుతున్నాం. నాయన ఇగో రానున్న దినాల్లో ప్రభుత్వం తండ్రి మీ యొక్క రాకడ ఆలస్యం అయితే ఇంకొను ప్రభుత్వం తండ్రి ఈ పనిలో నాయన మీ సేవకులు ప్రభుత్వం తండ్రి గుజరాత్ ప్రాంతంలో పరిచయం చేస్తుండగా ఇంకా అనేక చోట్ల నాయన ఇగో మీ యొక్క పని చేయడానికి కావలసిన కృపను ప్రభుత్వం మీ అభిషేకమును ప్రత్యేకంగా ప్రభుత్వం తండ్రి మీ దాసులకు మీరు దయచేయమని అడుగుతున్నాం. అన్ని విషయాల మీద తండ్రి తోడయించండి. ప్రత్యేకంగా ఈ అవకాశాన్ని ప్రభుత్వం తండ్రి ఈ సమయం ముందు నేను పంచుకోవడానికి నాకు అవకాశం కల్పించిన స్టెల్లార్ జేమ్స్ అమ్మగారిని ప్రభుత్వం మీ దయగల హస్తములకు అప్పగించుకుంటున్నాం. ఇక రానున్న దినాల్లో ప్రభుత్వం తండ్రి మీరు అక్కడ వరకు ప్రభుత్వం మీ మహిమార్థమై మేమందరం కలిసి నాయన మీ కొరకు పనిచేసే భాగ్యాన్ని మాకు దయచేయమని మీ ప్రియ కుమారుడును మా ఘన రక్షకుడునకు యేసుక్రీస్తు ఉన్నతమైన నామములో ప్రార్థించి అడిగి వేడుకొనుచున్నాం తండ్రి. ఆమేన్ ఆమేన్ ఆమేన్. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പോൾ റെഡ്ഡി. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തോർ ദൈവത്തിന് സ്തോത്രം. ദൈവപുരത്തിനുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകർക്ക് ഈ ജീവിതാനുഭവം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമമായി കൂടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാം. അരോമ TV ശ്രോതാക്കൾക്ക് വേണ്ടി എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ശിഷ്യാൽ പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കും അതിൽ പങ്കാളിത്തം വഹിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ
അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.